വന്ധ്യതയെ ഒരു ബിസിനസ്സായിട്ട് മാത്രമാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇത്രയൊരു കുറഞ്ഞ ചെലവിൽ ഇങ്ങനൊരു ചികിത്സ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്? വന്ധ്യത ഒരു കച്ചവടവൽക്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് വിധേയമാകുന്നതും വന്ധ്യതാ രോഗികൾ തന്നെയാണ്. ലക്ഷങ്ങൾ ചിലവ് വരുന്ന IVF പോലുള്ള ചികിത്സകൾ പലതവണ പരീക്ഷിച്ച് പരാജയപ്പെട്ടവരിലും 20, 22, 25 വർഷം വരെ വന്ധ്യത ബാധിച്ചവർക്കും ഞങ്ങളുടെ ഈ പാരമ്പര്യ ചികിത്സയിലൂടെ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു ചിലവ് ഇത്രയും കുറയ്ക്കുന്നതെന്ന് 9 തലമുറ മുമ്പ് ഈ പാരമ്പര്യം ഞങ്ങൾക്ക് സിദ്ധിച്ചത് ഒരു സന്യാസിയിൽ നിന്നാണ്. അന്ന് കച്ചവടത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി കൊടുത്തതായിരിക്കില്ല ഇത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി കൊടുത്തതായിരിക്കും. ആ പാരമ്പര്യത്തിൻ്റെ മൂല്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇതിനെ കച്ചവട താല്പര്യങ്ങളില്ലാതെ ജനങ്ങളിലേക്ക് എത്തിച്ച് കുറേ പേർക്ക് അത് ഗുണം കിട്ടണം എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചികിത്സയ്ക്ക് ഏറ്റവും കുറഞ്ഞ, ഇന്ത്യയിൽ തന്നെ ചിലപ്പോൾ വന്ധ്യതയ്ക്ക് ഇത്രയും കുറഞ്ഞ ചികിത്സയും കുറഞ്ഞ ചിലവിലുള്ള ഈ ചികിത്സയും ഇത്ര റിസൾട്ടുള്ള ചികിത്സയും ഇവിടെ ഉണ്ടെന്നാണ് നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം ഈ 850 ആദ്യത്തെ മാസത്തേക്ക് 3200 രൂപയുടെ മെഡിസിനാണ് സ്ത്രീക്കും പുരുഷനും കൂടി വരുന്നതെങ്കിൽ തുടർന്നുള്ള ഓരോ മാസവും കേവലം 850 രൂപയാണ് ചിലവ് വരുന്നത്. പക്ഷേ 850 രൂപയ്ക്ക് വന്ധ്യത മാറും എന്ന ഒരു ഇത് അനുഭവിച്ച ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ. ഇവിടെ വന്ന് ചികിത്സയിൽ വന്ന് IVF പരാജയപ്പെട്ട് കുഞ്ഞുങ്ങളായവർക്ക് മാത്രമേ അറിയുള്ളൂ. പുറത്തുനിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ലക്ഷങ്ങൾ ചെലവഴിച്ച് ഇത്രയും വലിയ ഹോസ്പിറ്റലിൽ പൈസ ലക്ഷങ്ങൾ ചെലവാക്കി IVF പോലുള്ള ചികിത്സകൾ പരാജയപ്പെടുമ്പോൾ ഇവിടെ വന്നിട്ട് 850 രൂപയ്ക്ക് മാസം കഴിച്ചാൽ കുഞ്ഞുങ്ങളാവുക എന്നുള്ളൊരു മിഥ്യാധാരണ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ പറയുന്ന 850നെ 8500 അല്ലെങ്കിൽ 85,000 ആക്കിയാൽ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇതിലേക്ക് വിശ്വാസമായിട്ട് വരും എന്നാണ് തോന്നുന്നത്. കാരണം സാമ്പത്തികം കൂടുമ്പോൾ വിശ്വാസ്യത കൂടുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് അവർ ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് വിധേയമാകുന്നതും നമ്മളെപ്പോലെ കൃത്യമായിട്ടും സത്യസന്ധമായും ചെയ്യുന്ന ചികിത്സയെ അവർ അവഗണിക്കുന്നതും അതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്.